ഹലോ ഐസേലാവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി എഗ്ലെസ് ഡേറ്റ്സ് ബനാന ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാനൊരു 10 ഡേറ്റ്സ് കുരു കളഞ്ഞ് സ്വല്പം ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് മൈക്രോവേവ് ചെയ്തെടുത്തു. ഇനി ഒരു മിക്സർ ജാറിൽ ഒരു വലിയ പഴം ഒരു കുഞ്ഞപ്പഴം ഇട്ടിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഡേറ്റ്സ് മൈക്രോവേവ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങൾ നോർമൽ ഷുഗറാണ് ചേർക്കുന്നെങ്കിൽ 3/4 കപ്പോ 1/2 കപ്പോ മതി. കാരമൽ സിറപ്പാണ് ഞാൻ ഒഴിച്ചത്, 1/4 കപ്പ്. കാരമൽ സിറപ്പിൻ്റെ റെസിപ്പി പ്ലം കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. വാനില എസൻസ് 1 ടീസ്പൂൺ, പിന്നെ എണ്ണ 1/4 കപ്പ്, നമ്മുടെ നോർമൽ കുക്കിംഗ് ഓയിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇത് പകർത്താം. ഇത് ബൗളിലേക്ക് പകർത്തിയ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദമാവോ ഗോതമ്പ് മാവോ എടുക്കാം. ഞാനിവിടെ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഏലക്കാപ്പൊടി, ജാതിക്കാപ്പൊടി അതായത് നട്ട്മെഗ് പൊടി, ഗ്രാമ്പിൻ്റെ പൊടി, പിന്നെ കറുവപ്പട്ടയുടെ പൊടി, ഇത് നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു തിക്ക് ബാറ്റർ ആയിരിക്കും കിട്ടുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാവിന് കൺസിസ്റ്റൻസി അനുസരിച്ചായിരിക്കും തിക്നെസ് വരിക കേട്ടോ. അപ്പോൾ തിക്നെസ് കൂടി പോവുകയാണെങ്കിൽ സ്വല്പം പാലൊഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ലൈൻ ചെയ്ത് ബേക്കിംഗ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് കേക്ക് പാനിലേക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്ത് നട്ട്സ് മുകളിലിട്ട് കൊടുക്കുക. 180°C ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് മിഡിൽ റാക്കി വെച്ചിട്ട് നമുക്കിതൊരു 35 to 40 മിനിറ്റ്സ് നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നന്നായി ബേക്ക് ചെയ്തെടുത്ത ശേഷം ഇങ്ങനെയാണ് കേക്ക് നമ്മുടെ അടിപൊളിയായിട്ട് ബേക്കായി. ഇനി കൂളായ ശേഷം കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കൂളായി കേട്ടോ, ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യമ്മി ആൻഡ് സോഫ്റ്റാണ്. അപ്പോൾ ഡേറ്റ്സും ബനാനയും ക്യാരറ്റും കോമ്പിനേഷൻ കിട്ടുക കേട്ടോ. സത്യം പറയട്ടെ, ഇത് എത്ര കിടുമായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഉണ്ടാക്കി ആ ദിവസം തന്നെ തീർന്നു. എനിക്ക് പിറ്റേ ദിവസം പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ മാത്രം ചെറിയ 2 പീസ് ബാക്കി ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാൻ, കണ്ട എന്ത് സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടായിരിക്കുന്നെന്ന്. അതുപോലെ തന്നെ ഫ്ലേവറും കിടുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പിയുടെ പിക്ചർ അയക്കണേ. ഞാൻ ഫേസ്ബുക്കിൽ നമ്മുടെ പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങളെ ടാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ അപ്പോൾ ബൈ, സ്റ്റേ സേഫ്.